IPC 3B, the organization adheres to hand hygiene guidelines. അവിടെ ഒരു ഡോക്യുമെൻറ്റഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. ആ ഡോക്യുമെൻ്റ് നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പോലെ WHO ഹാൻഡ് ഹൈജീന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ 2009 ഇറക്കിയതുണ്ട്. സോ അത് അന്നും ഇന്നും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനോട് അമേരിക്കയ്ക്ക് ശത്രുതയുണ്ട് എന്ന് കരുതി അമേരിക്കൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ ഉപയോഗിക്കേണ്ട എന്നാരും പറയില്ല. നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ശത്രുത ഒരു രാജ്യത്തിനോടും ഇല്ല. നമ്മളോട് ശത്രുതാ മനോഭാവം പുലർത്തുന്ന രാജ്യത്തിനോട് അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു ശത്രുതയുണ്ടാകും. പക്ഷേ ഹോസ്പിറ്റലുകൾ വരുമ്പോൾ തുലോം വ്യത്യസ്തമാണ് കാര്യങ്ങൾ. മെൻ്റൽ ഹോസ്പിറ്റലാണോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഒരു ഫാമിലി സൂട്ട് വേണമെന്ന് പറയുന്ന ലാഘവത്തോടു കൂടി ഞങ്ങളുടെ ഫാമിലി മൊത്തം എന്തോ മാനസിക പ്രശ്നമുണ്ട് ഡോക്ടറെ, ഞങ്ങളവിടെ വരാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഹോസ്പിറ്റലുകളും അതിനെക്കുറിച്ചുള്ള അപ്രോച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ഹാൻഡ് ഹൈജീൻ റെഫറൻസ് ഗൈഡ് ലൈൻ ഉണ്ടാവണം. അത് WHO ഗൈഡ് ലൈൻ തന്നെ ആകാം. അത് എവരി ഹാൻഡ് വാഷ് ഏരിയയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അത് പേഷ്യൻറ്റിനും സ്റ്റാഫിനും ബൈസ്റ്റാൻഡേഴ്സിനും, കാരണം നമ്മുടെ പേഷ്യൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന ആൾക്കാരും നാളെ ഇൻഫെക്റ്റഡ് ആകാനുള്ള പോസിബിലിറ്റിയിലാണ് അവർ നിൽക്കുന്നത്. സോ അവരും എങ്ങനെയാണ് ഹാൻഡ് ഹൈജീൻ, അവരിതൊന്നും പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് അവിടെ ഒരു ബോർഡിലൊക്കെ ഇത് പ്രിൻ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഉപയോഗിക്കാൻ ഓർക്കാൻ കഴിയും. നമുക്ക് ഓർക്കാനും കാണാനും കഴിയുന്ന വിധത്തിൽ കൃത്യമായി ഡിസ്പ്ലേ ചെയ്യപ്പെട്ട് ഹാൻഡ് ഹൈജീൻ മെക്കാനിസം ഉണ്ടാവണം. അതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകണം. IPC 3B, ദ ഓർഗനൈസേഷൻ, ദ ഹോസ്പിറ്റൽ അഡ്ഹെയർ ടു ഹാൻഡ് ഹൈജീൻ ഗൈഡ് ലൈൻസ്. നമുക്കൊരു ഗൈഡ് ലൈൻസ് വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഉത്സവത്തിന് പോകുന്ന പോലെ, ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നത് പോലെ ഒക്കെ ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം മുമ്പായിരുന്നു. ഇന്ന് അങ്ങനെയാണ് ആൾക്കാർ വന്നിട്ടേ ഇരിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക്. നമുക്കും കൃത്യമായ ഹാൻഡ് ഹൈജീൻ ഗൈഡ് ലൈൻസ് എല്ലാ സ്ഥലത്തും കൃത്യമായി ഉണ്ടാവട്ടെ.